നേർവേദി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു. ശ്രദ്ധിച്ചാലും. ദാനിയേൽ പ്രവചനം 12-ാം അധ്യായം. ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും. ആ കാലത്ത് നിന്റെ സ്വജാതിക്കാർക്ക് തുണ നിൽക്കുന്ന മഹാപ്രഭുവായ മീഖായേൽ എഴുന്നേൽക്കും. ഒരു ജാതി ഉണ്ടായതു മുതൽ ഈ കാലം വരെ സംഭവിച്ചിട്ടില്ലാത്ത കഷ്ടകാലം ഉണ്ടാകും. അന്ന് നിന്റെ ജനം പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ഏവനും തന്നെ രക്ഷ പ്രാപിക്കും. നിലത്തിലെ പൊടിയിൽ നിദ്ര കൊള്ളുന്നവരിൽ പലരും ചിലർ നിത്യജീവനായും ചിലർ ലജ്ജയ്ക്കായും നിത്യനിന്ദയ്ക്കായും ഉണരും. എന്നാൽ ബുദ്ധിമാന്മാർ ആകാശമണ്ഡലത്തിലെ പ്രഭ പോലെയും പലരെയും നീതിയിലേക്ക് തിരിച്ചവർ നക്ഷത്രങ്ങളെപ്പോലെയും എന്നും എന്നേക്കും പ്രകാശിക്കും. നീയോ ദാനിയേലേ, അന്ത്യകാലം വരെ ഈ വചനങ്ങളെ അടച്ച് പുസ്തകത്തിന് മുദ്രയിടുക. പലരും അതിനെ പരിശോധിക്കുകയും ജ്ഞാനം വർദ്ധിക്കുകയും ചെയ്യും. അനന്തരം ദാനിയേൽ എന്ന് ഞാൻ നോക്കിയപ്പോൾ മറ്റേ രണ്ടാൾ, ഒരുത്തൻ നദീതീരത്ത് ഇക്കരെയും മറ്റവൻ നദീതീരത്ത് അക്കരെയും നിൽക്കുന്നത് കണ്ടു. എന്നാൽ ഒരുവൻ ക്ഷണവസ്ത്രം ധരിച്ച് നദിയിലെ വെള്ളത്തിന്മീതെ നിൽക്കുന്ന പുരുഷനോട് ഈ അതിശയ കാര്യങ്ങളുടെ അവസാനം എപ്പോൾ വരും എന്ന് ചോദിച്ചു. ക്ഷണവസ്ത്രം ധരിച്ച നദിയിലെ വെള്ളത്തിന്മീതെ നിൽക്കുന്ന പുരുഷൻ വലങ്കയും ഇടങ്കയും സ്വർഗത്തേക്ക് ഉയർത്തി എന്നേക്കും ജീവിച്ചിരിക്കുന്നവനാണ്. ഇനി കാലവും കാലങ്ങളും കാലാർത്ഥവും ചെല്ലും. അവർ വിശുദ്ധ മന്ദിരത്തിന്റെ ബലത്തെ തകർത്ത് കളഞ്ഞ ശേഷം ഈ കാര്യങ്ങളൊക്കെയും നിവൃത്തിയാകും എന്നിങ്ങനെ സത്യം ചെയ്യുന്നത് ഞാൻ കേട്ടു എങ്കിലും ഗ്രഹിച്ചില്ല. ആകയാൽ ഞാൻ യജമാനെ ഈ കാര്യങ്ങളുടെ അവസാനം എന്തായിരിക്കും എന്ന് ചോദിച്ചു. അതിന് അവൻ ഉത്തരം പറഞ്ഞത്, ദാനിയേലേ പൊയ്ക്കൊള്ളുക. ഈ വചനങ്ങൾ അന്ത്യകാലത്തേക്ക് അടച്ച് മുദ്രയിട്ടും ഇരിക്കുന്നു. പലരും തങ്ങളെ ശുദ്ധീകരിച്ച് നിർമ്മലീകരിച്ച് ശോധന കഴിക്കും. ദുഷ്ടന്മാരോ ദുഷ്ടത പ്രവർത്തിക്കുകയും ദുഷ്ടന്മാരിൽ ആരും അത് തിരിച്ചറിയുകയില്ല. ബുദ്ധിമാന്മാരോ ഗ്രഹിക്കും. നിരന്തര ഹോമയാഗം നിർത്തലാക്കുകയും ശൂന്യമാക്കുന്ന മ്ലേച്ഛ ബിംബത്തെ പ്രതിഷ്ഠിക്കുകയും ചെയ്യുന്ന കാലം മുതൽ 1290 ദിവസം ചെല്ലും. 1235 ദിവസത്തോളം കാത്ത് ജീവിക്കുന്നവൻ ഭാഗ്യവാൻ. നീ അവസാനം വരുവോളം പൊയ്ക്കൊള്ളുക. നീ വിശ്രമിച്ച് കാലാവസാനത്തെങ്കിൽ നിന്റെ ഓഹരി ലഭിപ്പാൻ എഴുന്നേറ്റ് വരും. ദാനിയേൽ 11-ാം അധ്യായം. മേദ്യനായ ദാര്യാവേശ് രാജാവിൻ്റെ 1-ാം ആണ്ടിൽ ദാനിയേലിനുണ്ടായ ദർശനങ്ങൾ ദാനിയേൽ രാജാവിനെ അറിയിച്ചു. അവ ആസന്ന ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന പാർസി രാജാക്കന്മാരെക്കുറിച്ചും യവന രാജാക്കന്മാരെക്കുറിച്ചുമായിരുന്നു. പിന്നീട് മിസ്രയീം രാജാവ് കവർച്ച ചെയ്യുന്ന കാര്യം 8-ാം വാക്യത്തിൽ കാണാം. വടക്കേ രാജ്യത്തെ രാജാവ് രൂബിയെയും ഊശരെയും കൂട്ടി മിസ്രയീമിനും ഇസ്രായേലിനുമെതിരെ വന്ന് ഉന്മൂലനാശം വരുത്തുമെന്ന് 40 മുതൽ 43 വരെ വാക്യങ്ങളിലുണ്ട്. വടക്കേ ദേശത്തുണ്ടാകുന്ന ഒരു രാജാവ് ഇസ്രായേലിൻ്റെ ദേവാലയത്തിൽ നിരന്തര ഹോമയാഗം നിർത്തലാക്കുകയും ചെയ്യും. അയാൾ മ്ലേച്ഛ ബിംബത്തെ സ്ഥാപിക്കുമെന്ന് 30 മുതൽ 32 വരെയുള്ള വാക്യങ്ങൾ പറയുന്നു. ഈ രാജാക്കന്മാരുടെ യുദ്ധങ്ങളും വിവരണങ്ങളുമാണ് 11-ാം അധ്യായം. ഇസ്രായേലിന് സംഭവിക്കാൻ പോകുന്ന കഷ്ടകാലത്തെക്കുറിച്ചാണ് 12-ാം അധ്യായം. അത് അന്ത്യകാലത്തായിരിക്കുമെന്ന് 9-ാം വാക്യം പറയുന്നു. അതിൻ്റെ കാലക്കണക്കുകളും പറയുന്നുണ്ട്. ബാല്യം മുതൽ വാർദ്ധക്യം വരെ 4 രാജാക്കന്മാരുടെ ഉദ്യോഗസ്ഥനായി സേവ ചെയ്യുകയും ദൈവജനത്തെ പ്രവചനങ്ങളിലൂടെ ആശ്വസിപ്പിക്കുകയും ചെയ്ത ദാനിയേലിനോട് ദൈവം പറയുന്നത്, നീയോ അവസാനം വരെ പൊയ്ക്കൊള്ളുക. നീ വിശ്രമിച്ച് കാലാവസാനത്തെങ്കിൽ നിന്റെ ഓഹരി ലഭിപ്പാൻ എഴുന്നേറ്റ് വരും എന്നാണ്. അന്ന് നീതിമാന്മാരുടെ പുനരുത്ഥാനം ഉണ്ടാകും. ബുദ്ധിമാന്മാർ ആകാശമണ്ഡലത്തിലെ പ്രഭ പോലെയും
വളരെ നീതിയിലേക്ക് തിരിച്ചവർ നക്ഷത്രങ്ങളെ പോലെയും എന്ന് വന്നേക്കും പ്രകാശിക്കും എന്നാണ് യോബിനോട് പറഞ്ഞത്, ദാനിയേലിനോട് പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, കർത്താവിനാൽ രക്ഷിക്കപ്പെട്ടവരായ നമുക്കുള്ള ഉത്തരവാദിത്വം ഇതുതന്നെയാണ്. ബുദ്ധിയോടുകൂടെ ആത്മാക്കൾ നേടുന്നവൻ ബുദ്ധിമാൻ എന്നാണ്. അപ്പോൾ വളരെ നീതിയിലേക്ക് ചിരിക്കുക, അതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി അഹോരാത്രം അധ്വാനിക്കുക. അങ്ങനെയുള്ളവർക്കാണ് കർത്താവ് വിശ്രമം നൽകുന്നത്. ഒരു പുരുഷായുസ് മുഴുവൻ കർത്താവിന് വേണ്ടി അധ്വാനിച്ച ദാനിയേലിനോട് പറയുന്നത്, നീയോ ദാനിയേലേ, കാലാവസാനം പോയി വിശ്രമിച്ചുകൊള്ളു. അവസാനം പറയുന്നത്, നീ പുനരുത്ഥാനത്തെങ്കിൽ എഴുന്നേറ്റ് വരുന്നത് നിന്റെ ഓഹരി ലഭിക്കാനാണ്, പ്രതിഫലം ലഭിക്കാനെന്നല്ല. സ്വർഗത്തിൽ ദാനിയേലിന് ഓഹരിയാണുള്ളത്. പ്രിയപ്പെട്ടവരെ, നമുക്കും കർത്താവിനോടുകൂടെ കൂട്ടവകാശം, അതാണ് ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. കർത്താവിനോടുകൂടെ നാം ഓഹരിക്കാരാണ്. ആ പ്രത്യാശയോടുകൂടെ കർത്താവിന് വേണ്ടി പ്രവർത്തിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ വലിയ നാമം എന്ന് വന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.